ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു ഹോം മെയ്ഡ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡാണല്ലോ നൂഡിൽസ്. നമുക്കതെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം ഒരു ബൗളെടുത്ത് അതിലൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരല്പം ഉപ്പും 1 ടീസ്പൂണോളം വെള്ളവും നമുക്കതിലേക്ക് ചേർത്തിട്ട് ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് അത് നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നമുക്കത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 കപ്പ് ആട്ട, നമ്മൾ ആട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2 കപ്പ് ആട്ട നമുക്കതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനകത്ത് നമുക്ക് അല്പം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ആഡ് ചെയ്താൽ മതി. വെള്ളവും നനവും പറ്റിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇതിൽ കിട്ടത്തില്ല. നമുക്കിത് ഏകദേശം ഒരു ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് പരുവത്തിൽ, നമുക്ക് ചപ്പാത്തി മാവിനെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കണം. അതാണ് നമുക്ക് ആ പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മുകളിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് തേച്ച് അതിന് മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു ക്ലിം റാപ്പ് വെച്ച് നമുക്ക് അതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇതൊരു അരമണിക്കൂർ അങ്ങനെ നമുക്ക് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ആ മാവ് ഒന്നുകൂടെ നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്നുകൂടെ കുഴച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് മിക്സ് ചെയ്യുന്നതിലേക്ക് മാറ്റാം. ഒരു അല്പം വെള്ളം വെച്ച് അതിന് കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് 1 ടീസ്പൂണോളം മതിയാവും ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരും. അതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഈ അച്ചിലാക്കി വെച്ചിരിക്കുന്ന മാവ് അതിനകത്തോട്ട് നമുക്ക് വെച്ച് അതിനകത്തോട്ട് നമുക്ക് ചേർക്കാം. അത് ഒറ്റ ഇതിൽ എല്ലാം കൂടെ നമ്മൾ ചേർക്കാൻ പാടില്ല. കുറേശ്ശെയായിട്ട് 2-3-4 ബാച്ചായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഒന്നൊന്നായി വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. നല്ല അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. നല്ല തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കണം. തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ ചൂട് കളഞ്ഞെടുക്കുക. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാബേജ്, സവാള നമുക്ക് അതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത്, ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ടൊമാറ്റോ സോസാണ്. ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്നൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരല്പം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം അല്പം മുട്ട ചിക്കിയത് കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ടാകും. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക.
ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അല്പം ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഞാൻ അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.